ഹലോ മിസ്റ്റർ പെരേര. ശ്രുതി തമ്പിയുടെ 1.25 കോടിയുടെ വീട് ആണ് ഇപ്പോഴത്തെ ചർച്ച വിഷയം ഗൈസ്. ശ്രുതി തമ്പിയുടെ പുതിയ വീട് 3000 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ്. 1.25 കോടി, അതിൽ 25 ലക്ഷത്തിൻ്റെ ഒരു കാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് വമ്പൻ നെഗറ്റീവായിട്ടുള്ള തെറി 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 നെഗറ്റീവായിട്ടുള്ള തെറി തന്നെ നെഗറ്റീവ് അല്ലേ? കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട് ഗൈസ്. പാറ്റാ തെറി വിളിച്ചിട്ട് വിളിക്ക് എങ്ങനെയാണ് ഇത്ര കാശുണ്ടായത്? അതായത് 1 രൂപ പോലും ഹോം ലോൺ ഇല്ലാണ്ടാണ്, ലോൺ എടുക്കാണ്ടാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രുതി തമ്പിക്ക് അപ്പോൾ എന്താ ജോലി എന്താ എന്നാണ് മെയിനായിട്ട് അതിൻ്റെ താഴെ ആളുകളുടെ ഒരു സംശയം കേസ്. എന്താണ് ജോലി? എങ്ങനെയാണ് ഇത്രയും കാശുണ്ടായത്? കള്ളപ്പണത്തിൻ്റെ എന്തോ പരിപാടി ഇവിടെ ഉണ്ടോ? ഇവള് ഗൾഫിൽ പുറം രാജ്യത്തുമായിട്ട് വേറെ എന്തൊക്കെ പരിപാടിയാണ്, മാറ്റിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേസ്. എങ്ങനെയാണ് അതായത് 2 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ ഇങ്ങനൊരു വീട്, ഈ ഒരു 1.25 കോടിയുടെ വീട്, അതൊരു 25 ലക്ഷത്തിൻ്റെ വണ്ടി എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്തിയത് എന്നാണ് ശ്രുതി തമ്പി പറയുന്നത്. 30 ലക്ഷം രൂപയുടെ അടുത്ത്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ, ഏകദേശം 30 ലക്ഷം രൂപയാണ് ഇൻറ്റീരിയർ ഇതിന് മാത്രമായിട്ട് ശ്രുതി തമ്പി ചിലവഴിച്ചിട്ടുള്ളത് എന്നാണ് കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് ശ്രുതി തമ്പി കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ ശ്രുതി തമ്പിനെ തെറി വിളിക്കുന്ന ആളുകൾ അവരുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവെ ഊഹിക്കാലോ, സ്ലട്ട് ഷെയിം ചെയ്യുക വരുത്തിയ എന്നുള്ളൊരു സംഭവമായിരിക്കും. ഇവള് മറ്റേ പരിപാടി ചെയ്തിട്ടാണ് ഇവള് കാശുണ്ടാക്കിയത് എന്നൊരു സംഭവമൊക്കെ. അപ്പോൾ ഇത് ഈ പറയുന്നവന്മാരുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഞാൻ ഇതിനെ 2 രീതിയിൽ നോക്കി. ഒന്നാമത്തെ കാര്യം, ഇവന്മാരിത് കണ്ടിട്ടുണ്ടോ ഓളത് ചെയ്തിട്ടാണ് കാശുണ്ടാക്കിയതെന്ന്? ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവന്മാരുടെ പ്രശ്നം എന്താ? ഒരാൾ നന്നാവുമ്പോൾ എന്ത് കുരു പൊട്ടിയിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുക, ഇതാണ് ആളുകളുടെ ഒരു സംഭവം. നമ്മൾ ഒരാളൊരു നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് എന്തായാലും അടിപൊളി അവർ ചെയ്തല്ലോ, അതിന് വലിയ കാര്യമാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കാര്യമായിട്ട് പറയാം. നമുക്ക് 2 വർഷം പണിയെടുത്തിട്ട് 1.25 കോടിയുടെ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമാണ്. പിന്നെ ശ്രുതി തമ്പിക്ക് എങ്ങനെ ഇതിനുള്ള കാശ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ, അവർ ലൈവ് സ്ട്രീം സോഴ്സ് ഇപ്പോൾ നാട്ടുകാരത് പറയേണ്ട കാര്യമുണ്ട് അവർക്ക്? അതിൻ്റെ ആവശ്യമില്ല. അവർ ലൈവ് സ്ട്രീം ചെയ്തിട്ട് ശ്രുതി തമ്പിയുടെ മുമ്പത്തെയൊക്കെ ഇൻ്റർവ്യൂസിൽ ശ്രുതി തമ്പി പറഞ്ഞു. ഇപ്പോൾ ജാസിയുടെയൊക്കെ നല്ല അടുത്ത സുഹൃത്താണ് ശ്രുതി തമ്പിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജാസി. ആളുകളുടെ വേറെ കുറച്ച് പേരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ജാസീനെ എന്തുകൊണ്ട് കാണാൻ പോയില്ല, സർജറി കഴിഞ്ഞിട്ട് കിടക്കല്ലേ ജാസീനെ എന്തുകൊണ്ട് കാണാൻ പോയില്ല എന്നൊക്കെ സംഭവമാണ്. ജാസി എന്തുകൊണ്ട് ഈ മറ്റേ ഹൗസ് വാമിങ്ങിന് വന്നില്ല എന്നൊക്കെയാണ്. അതൊക്കെ അവരുടെ പേഴ്സണലായ കുറച്ച് കാര്യങ്ങൾ, വയ്യാത്തോണ്ടായിരിക്കും, ട്രാവൽ ചെയ്യാൻ വയ്യാത്തോണ്ടൊക്കെ ആയിരിക്കും. എന്താവട്ടെ, ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ശ്രുതി തമ്പിയുടെ മുമ്പത്തെ ഇൻ്റർവ്യൂസിൽ ശ്രുതി തമ്പി കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്ത് ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് ഞാൻ കാശ് ഉണ്ടാക്കുന്നത്. ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഒരുപാട് കാശ് കിട്ടും. ഒരു 6 മണിക്കൂറൊക്കെ ലൈവ് സ്ട്രീം ചെയ്തിട്ട് അത്യാവശ്യം പൈസ കിട്ടും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ റോസന്ന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആണുങ്ങളിൽ തൊപ്പി ചെയ്യുന്നുണ്ട്. തൊപ്പി ഇപ്പോൾ യൂട്യൂബിൽ കൂടുതൽ ആക്റ്റീവായി. അതേപോലെ തന്നെ മറ്റേ ഈഗിൾ, കുറേ പേര്, സായിപ്പ്, ഇവരൊക്കെ ലൈവ് സ്ട്രീം ചെയ്തിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ടീംസ് ഉണ്ട്. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അവരുടെ ഫാൻസ് തന്നെ ഒരുപാട് പൈസ അയച്ചു കൊടുക്കും. 5000 10,000 ഒക്കെ ചിലപ്പോൾ ഒറ്റ ഇതിൽ അയച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു 10 രൂപ എന്നുള്ളൊരു അവസ്ഥ. എന്താ കാശ് ഇത്ര ഒരു ദിവസത്തെ എമൗണ്ട് പറയണത്? നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ ഇതൊക്കെ നടക്കും ഗൈസ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുറേ പ്രൈവസി നഷ്ടപ്പെടും. നമ്മളെ തെറി വിളിക്കാൻ ആളുകളുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആളുകളുണ്ടായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണതിനനുസരിച്ചിട്ട് നമുക്ക് കാശ് കിട്ടും, ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റോസന്ന, അവൾ മാനേജറായിരുന്നു, ഒരു ബാങ്കിൻ്റെ മാനേജറായിരുന്നു. ആ ജോലി വിട്ടിട്ടാണ് ഇവിടെ സ്ട്രീമിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ എങ്ങനെ ജീവിക്കുന്നു അവർ സ്ട്രീമിങ് വഴിയാണ്. അതേപോലെ തന്നെ മറ്റേ ഒരു മലപ്പുറംകാരി ഉണ്ടല്ലോ, കാസർഗോഡ് കണ്ണൂർ, വാങ്ങിപ്പോയി, പേരെന്തായിരുന്നു, പേര് ഞാൻ മറന്നിട്ടോ. ഒരു വട്ടമുഖം വരുത്തിയില്ലേ, കാസർഗോഡ് കണ്ണൂർ ആ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളുകളാണ് കേസ്. അപ്പം ശ്രുതി തമ്പി പറഞ്ഞിട്ട്, ശ്രുതി തമ്പി അവിടെ ഗൾഫ്, അവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്ന വ്യക്തിയാണ്. കുറേ പൈസ കിട്ടിയിട്ടുണ്ട്, ആ പൈസയും കൊണ്ട് വീട് വെച്ചു അല്ലേ. അപ്പോൾ നമ്മളിതിലൊക്കെ ഹാപ്പി ആയിരിക്കണ്ടേ ഗേസ്, നമ്മളിതിലൊക്കെ പ്രൗഡായിട്ടിരിക്കണ്ടേ. അല്ലാണ്ട് ഇപ്പോൾ പിന്നെ വേറെ പലരും ഉണ്ട്, എന്തെങ്കിലും പണിക്ക് പോയിക്കോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ശ്രുതി തമ്പിയുടെ വീഡിയോസും താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പണിക്ക് പോയ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് സ്വയം ആലോചിക്കുക. പറ്റിയിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്.
പണിക്ക് പോയിട്ടുള്ള നരകിച്ച ആളുകൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നരകിക്കുക എന്നല്ല ഗൈസ്, ഇതൊരു 2025 കഴിഞ്ഞ് 2026 നമ്മുടെ ഈ ജോലിയുടെയൊക്കെ ഇത് രീതികൾ മാറി. ഇപ്പോൾ +2 വരെ കുത്തിയിരുന്ന് പഠിച്ച് കാണാപ്പാഠം പഠിച്ച് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വല്ല എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആ ഒരു രീതിയിൽ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിട് ഒരു ഡിമാൻഡും ഇല്ലാത്ത സാധനങ്ങളിൽ ഒന്നായിട്ട് എഞ്ചിനീയറിംഗ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കാലത്തെ പഠിക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനും പഠിക്കുന്ന സമയത്ത് നല്ല പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നല്ല കേസ്, ഇതിൻ്റെയൊക്കെ ഒരു രീതി ശൈലിയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു എഞ്ചിനീയറായിട്ട് നമ്മൾ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 8000 10,000 12,000 ഒക്കെയാണ് പലർക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പുറത്തേക്ക് എങ്ങോട്ടേലും വേണം. ഇവിടെ ഇവർ ഇപ്പോൾ തൊപ്പിയുടെ ഒക്കെ ലൈവ് കണ്ടിട്ടെന്ന് പറയും, ഒരു രാത്രി കൊണ്ട് തൊപ്പിയൊക്കെ എത്ര ഉറുപ്പ്യ ഉണ്ടാക്കണത് ലൈവ് സ്ട്രീം ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും അവനവന് ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് ആൾക്കാർ പണിയെടുക്കുക ചെയ്യാന്നൊരു കാര്യം. ഇപ്പോൾ പണ്ടൊക്കെ സിനിമയിൽ കയറുക പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. സിനിമയിൽ കയറുക എന്നൊരു കാര്യമില്ല. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു സിനിമാ നടന്മാർക്ക് ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റുന്ന, സിനിമാ നടിമാർക്ക് ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതൽ പൈസ ഇവരുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ സുധി തമ്മീനെ കുറച്ചെങ്കിലും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരു 2 വർഷം മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു, ആളുകൾ പക്ക നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. അവർ വളരെ വളരെ മോശമായിട്ടാണ് ആളുകൾ കാണുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു വീട് വാങ്ങി ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ആയപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് അങ്ങനെ അവസാനം എന്തായാലും വീടായല്ലോ, അതിന് ഞാൻ അഭിനന്ദിക്കുന്നു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സദാചാര സമൂഹം വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, വേറെ പലരും വിചാരിച്ചു വെച്ചാൽ ഇവർ തോന്നിയാസം കാണിച്ച് കുറേ കാശുണ്ടാക്കിയിട്ട്, എന്താ തോന്നിയാസം എന്നുള്ള വേറൊരു കാര്യം, അവരതിന് ഫ്രീഡുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അത് തന്നെയാണ് അതിൻ്റെ കാര്യം. പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്താണ്, തോന്നിയാസം കാണിച്ച് അങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുകയാണ്, അതിന് ഇതിലെന്താ ഉദ്ദേശിക്കണം. എന്നിട്ട് വീട് വെച്ചപ്പോൾ എല്ലാവരും നേരെ പ്ലേറ്റ് മാറ്റി, അടിപൊളിയായിന്ന്, എന്തായാലും വീട് വെച്ചല്ലോ, ഇങ്ങനൊരു വീടായല്ലോ എന്ന്. വേറെ ചെന്ന് വെച്ചാൽ ഇവർ മറ്റേ പരിപാടി ചെയ്തിട്ടാണ് വീട് വെച്ചെന്നൊക്കെ. അതൊക്കെ സ്വയം ഫ്രസ്ട്രേഷൻ തീർക്കണ ഒരു ആൾക്കാരാണ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നണത്. എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ അതുമല്ല ഇത് ആലോചിച്ചു, എന്തായാലും ഇത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി. ഇപ്പോൾ അഖിൽമാരാർ, ഇപ്പോൾ ശ്രുതി തമ്പി, ഇവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയ രീതിയിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ട്. സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും സക്സസ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും ഗൈസ്. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ വലിയ പ്രചോദനമാണ്. ലൈവ് സ്ട്രീം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ തുടക്കത്തിലൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ചു, എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും. ഓരോരുത്തർക്ക് അവരവരത് ഇഷ്ടമുള്ള മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അതിൻ്റെ സ്ട്രെയിനൊക്കെ ഉണ്ടായിരിക്കും. ഒന്നും സിമ്പിളായിരിക്കില്ല ഗൈസ്. പിന്നെ ഒരു സ്വാഭാവികമായ രീതിയിൽ പലപ്പോഴും ചെയ്യേണ്ടതായിരിക്കും. ഇപ്പോൾ തൊപ്പി ഇപ്പോൾ ഒരു ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ തൊപ്പിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ തുടക്കത്തിൽ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഇങ്ങനെ ആവില്ലായിരിക്കും അല്ലേ. ഇപ്പോൾ തൊപ്പിയുടെ ലൈവ് കാണാൻ ഫാമിലി ഓഡിയൻസും ഒക്കെ ഉണ്ട്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ശ്രുതി തമ്പി ഇപ്പോൾ അങ്ങനെ ലൈവ് സ്ട്രീം ചെയ്തിട്ടോ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തിട്ടോ മാന്യമായ രീതിയിലോ, അല്ലെങ്കിൽ മാന്യമായത് എന്നല്ല, അവരവർക്ക് ഇഷ്ടമുള്ള ഇതിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാശുണ്ടാക്കി ജീവിക്കട്ടെ, അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. യാത്ര, ഭക്ഷണം, വീട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വലിയ കാര്യമല്ലേ ഇത്. അതാണ് സംഭവം. പിന്നെ പലരും പറയുന്നുണ്ട്, അതെന്താണ് ഷോർട്ട് വീഡിയോസ് കണ്ടില്ലേ, റീൽസ് കണ്ടില്ലേ, എന്തൊക്കെ കാട്ടിക്കൂട്ടണം, അങ്ങനെ എന്ത് കാട്ടിക്കൂട്ടണം, എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ ഇൻ്റർവ്യൂസൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ ഇപ്പോൾ ശ്രുതി തമ്മിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും. വേണ്ടവരെ വിളിച്ചാൽ മതിയെന്ന്, അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സംഗതി ഇവർക്ക് ഒരു ബേസിക്കായിട്ടുള്ള വിസിബിലിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഇതിലൊരു വലിയ കാര്യമാണ് ഗൈസ്. ആ വിസിബിലിറ്റി ഉള്ള ആളുകൾക്കാണ് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പൊതുവെ ഇതിൻ്റെ ഒരു ഫീൽഡിൻ്റെ ഒരു അവസ്ഥ തന്നെ. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പലരും എന്താ വെച്ചാൽ തുടക്കത്തിൽ നരകിക്കും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രുതി തമ്പി ഇപ്പോൾ പലരും എന്താ വെച്ചാൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പല കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഭൂരിഭാഗം പേര് ചെയ്തിട്ടുണ്ട്. സീക്രട്ട് ഏജൻറ്റ് ഉണ്ണിമുഖത്തിനെ തെറി വിളിച്ചിട്ടല്ലേ വന്ന്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ തൊപ്പി തുടക്കത്തിൽ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഹെൽനോസ് പാട്ട് എന്താ ചെയ്തായിരുന്നു, ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നു. അപ്പോൾ ശ്രുതി തമ്പി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ജാസി ഇടയ്ക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാണ്ട് നല്ല പുള്ള ചമഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇതൊന്നും വില ഉണ്ടാവില്ല, ആളുകളുടെ മൈൻഡ് രജിസ്റ്റർ ആവില്ല. അപ്പോൾ നല്ല ക്രുക്കഡല്ലാത്ത മൈൻഡ് സെറ്റുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കേസ്. ഭൂരിഭാഗം പേര് എന്താ വെച്ചാൽ വേറെ ട്വിസ്റ്റഡായ രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ അവർക്ക് കോൺട്രവേഴ്സികളും നെഗറ്റീവ് സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരും വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. പക്ഷേ എന്ന് കരുതിയിട്ട് എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ആക്ടേഴ്സൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ പലരും. അപ്പോൾ
ഇന്ന് മുഖ്യധാരയിലുള്ള പല ആക്ട്രസ്സുമാരുടെ അവസ്ഥ ആലോചിക്കുക. അവർക്കൊന്ന് ഇപ്പോൾ ആറാട്ടനൊക്കെ പറയണ മാതിരി ഒന്ന് വിസിബിലിറ്റി കുറയാതെ തോന്നുമ്പോൾ അപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും അല്ലേ. ഇപ്പോൾ ആറാട്ടണ്ണൻ രേണു സുധീനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞ സമയത്ത് എന്തിനത് പറഞ്ഞത്? ആറാട്ടണ്ണൻ ഇങ്ങനെ പറഞ്ഞു അല്ലേ, ആളുകളുടെ ഉള്ളിൽ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്, വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കല്യാണം കഴിക്കാമെന്നല്ല, പല രീതിയിലുള്ള കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഗൈസ്. എന്തായാലും സുധി തമ്പി ഇങ്ങനെ ഒരു വീഡിയോ വെച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം ഗൈസ്. അതുപോലെ കുഞ്ചൂസ് ഫാമിലി അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വീഡിയോസ് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നതായിരുന്നു. അവസാനം അവരൊരു വീഡിയോ വെച്ചിട്ടുണ്ട്, അവസാനം നല്ല അവരൊരു വീഡിയോ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു തുടക്കം മാത്രമായിട്ട് എടുക്കട്ടെ. അല്ല മറ്റേ അർജുൻ ഇല്ലേ, അർജുൻ ട്രോളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഉണ്ടോ അവൻ ഫാമിലി സെറ്റായി അടിപൊളിയായി. അവന് ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കണ സമയത്ത് അവൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്. അതുപോലെ ലൈഫ് ഓഫ് അനന്തു എന്താ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ ഈ സീസണിലല്ല, കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിൽ അവൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ കയറിയതല്ലേ. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ കേസ്. ഇപ്പോൾ അനന്തുവിന് 2 യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്കും നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇവരൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോഴുള്ള ചെറിയ ആളുകൾക്ക് ഇത് വലിയ ഇൻസ്പിറേഷനാണ്. നമ്മളിപ്പോൾ വലിയ ഘോരമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തോന്നുന്ന കാര്യമില്ല ഗൈസ്. ആളുകൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ആളുകൾക്ക് നെഗറ്റീവായ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ ഇത് കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇതിന് മുതലെടുക്കുന്ന കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇതിനെ മനസ്സിലാക്കുക എന്നുള്ള അതിൻ്റെ ഒരു കാര്യം, ഈ ഒരു വൈബിനെ. ഇപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഈ വെറുതെ സുധി തമ്മീനെ തെറി വിളിക്കുന്ന ആളുകളോട്, അവരുടെ ഹിസ്റ്ററി പാസ്റ്റ് നോക്കി തപ്പിപ്പിടിച്ച് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു പോട്ടെ ഗൈസ്. എല്ലാവരും ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അല്ലാണ്ട് ഇന്ന് അരകിച്ച് പൊളിച്ച് ഇങ്ങനെ നടന്ന സന്തോഷമാവും നിങ്ങൾക്ക്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, അവനവന് ഇഷ്ടമുള്ള മേഖലയിൽ ആക്റ്റീവ് ആവുക. ഒരുപാട് കാശും ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് ഉണ്ടാകാൻ പറ്റട്ടെ. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തട്ടെ. അതിനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ, അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.